ഗൈസ് നമ്മൾ അഭിനയിച്ചാ പോയി പഠിച്ചാ ഇല്ല. പുതിയ യൂട്യൂബ് ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൈക്കിൾ സ്റ്റണ്ടിങ് ആണ്. നമ്മുടെ സൈക്കിൾ നമ്മളെങ്ങനെ ഓടിക്കാന്നൊക്കെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിന് കാണിക്കാനായിട്ട് നമ്മുടെ അഭിമച്ചാനാണ് നമ്മൾ വിളിക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ, സൈക്കിളിൻ്റെ ഓരോരോ കാര്യങ്ങളും, പിന്നെ സൈക്കിൾ ഫ്രണ്ട് പൊക്കുന്നത്, ബാഗ് വെക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അപ്പം അത് കാണാൻ നമ്മൾ നിങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെല്ലൈക്കൺ അനേബിൾ ചെയ്യുക. അനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ബെല്ലൈക്കൺ മറ്റേ ലൈക്കും കൂടെ ഒന്ന് ക്ലിക്ക് നിൽക്കാൻ കൂട്ടിച്ചത് ഇഷ്ടമൊന്നുമില്ല. അപ്പം നമുക്ക് നേരെ നമുക്ക് അഭിമച്ചാനെ വിളിക്കാം. അഭിമച്ചാനെ ബാ, ഇത് നമ്മുടെ അഭിമച്ചാൻ. ഈ അഭിമച്ചാനാണ് നമ്മുടെ സൈക്കിളൊക്കെ ഓടിക്കുന്നതൊക്കെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റിയുള്ള സൈക്കിളിൻ്റെ ബ്രേക്ക് കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പരിചയപ്പെടുന്നത് നമ്മൾ ഈ റോഡ് വെച്ചാണ് ചെയ്തത്. അല്ലേ ഈ റോഡ് വെച്ചല്ലേ? ഈ റോഡ് വെച്ചാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ അഭിയച്ചാൻ. അപ്പോൾ അഭിയച്ചാൻ ഇതിന് വേണ്ട കാര്യങ്ങൾ എന്നാക്കെന്ന് പറയാം. അപ്പോൾ നമ്മളെ സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനത്തെ ഊരാന്ന സൈസ് സീറ്റൊക്കെയാണ്. അപ്പോൾ നമ്മളിത് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. നമുക്ക് എത്ര ആവശ്യം അതനുസരിച്ച്. ഇത് ഹെർക്കുലീസിൻ്റെ ഏതാണ്? ഹെർക്കുലീസിൻ്റെ ബെനാമിറ്റ് സൈക്കിളാണ്, ഡൈനാമിക് സൈക്കിളാണ്. സോറി, ഇത് നമ്മൾ അഭിമാനം ഫുൾ സെറ്റപ്പ് കണ്ടോ, എല്ലാം സെറ്റാക്കി വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് സീറ്റ് പൊക്കി വെക്കുക. പിന്നെ എന്താ ആവശ്യം? കട്ട ബ്രേക്ക്. പിന്നെ ഫുൾ ബ്രേക്ക് ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാനൊക്കെ പറ്റും. ഇങ്ങനെ പിന്നെ ഈ ഇങ്ങനത്തെ പൂരിമണ്ണൊക്കെ വേണം. ഇങ്ങനെ നമ്മളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നിൽക്കി വെക്കുള്ളൂ. വേണം നമ്മൾ അഭിയത്തെ സ്റ്റണ്ട് ചെയ്തുണ്ടോ എന്താണേ കണ്ടോ. അപ്പം നമുക്ക് അഭി വെച്ച ബാക്കി കാര്യങ്ങളൊക്കെ എന്നൊക്കെയാ അഭി? അപ്പം നമ്മൾ ബാക്കി നമ്മളെ അപ്പോൾ അഭി പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. സീറ്റ് നമ്മൾ അഡ്ജസ്റ്റബിൾ ആക്കി വെക്കുക. പിന്നെ മറ്റേ നമ്മുടെ ഇത് ഗൈസ്. അപ്പം നമുക്കിനി സ്റ്റാൻഡിങ് ആരംഭിക്കാം. അതിന് മുമ്പ് ചെറിയൊരു കാര്യം മുമ്പ് അഭിമച്ചാൻ പറയാൻ വിട്ടുപോയതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്റ്റണ്ട് ചെയ്യുമ്പോൾ നമ്മൾ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ട് നോക്കണം. നമ്മൾ വീഴുമ്പോൾ നമ്മൾ വീഴുന്ന എങ്ങനെ വീഴണം അങ്ങനെയൊക്കെ പറഞ്ഞ സ്റ്റൈൽ ഓരോരോ നമ്മൾ സാധാ പോലെ വീഴില്ല. നമ്മളൊരു ഇതനുസരിച്ച് ഒരു അതൊക്കെ അഭിനയിച്ചാൽ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അഭിനയിച്ചാൽ പറ. നമ്മളിപ്പോൾ സേഫ്റ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഹെൽമെറ്റ് ധരിക്കുക. പിന്നെ കുറേ പാടുണ്ട് നമ്മുടെ ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പം വീഴുമ്പോൾ നമ്മുടെ നടുവ് തല്ലി വീഴത്തില്ലേ, അപ്പോൾ നടുവിന് നമ്മൾ വേദന എടുക്കാതിരിക്കും. നമ്മളൊരു ബാഗ് നമ്മൾ തുളയിട്ട് അതിൻ്റെ കുറച്ച് തുണിയും കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ ഇട്ട് പുറകെ ചെയ്യുകയാണെങ്കിൽ, അല്ല പ്രാക്ടീസ് ചെയ്യാത്തവർ, നമ്മൾ ഈ പഠിച്ച് വരുന്നവർക്ക് അങ്ങനെ, പ്രാക്ടീസ് ഉള്ളവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല, നല്ല എളുപ്പമാണ്. പിന്നെ നമുക്ക് അത്യാവശ്യം വേണമെങ്കിൽ പുറകെ നമുക്ക് രണ്ട് മറ്റേ ഈ ചവിട്ട് നിൽക്കാൻ വേണ്ടി പിടി, ബൈക്കിൻ്റെയൊക്കെ പിടി പോലത്തെ ആ സംഭവം നമുക്ക് വേണ്ടി. അതിന് ഞങ്ങളിവിടെ മേടിച്ചപ്പോൾ 80 രൂപ, 2 എണ്ണത്തിന് 80 രൂപ ആയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ സേഫ്റ്റി ഉണ്ട്. പിന്നെ ഹെൽമെറ്റ് ധരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെച്ചാൽ ഇവിടെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് കുറച്ച് പൂരിയും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതൊക്കെ പോകും. അപ്പോൾ നമ്മൾ നേരെ ആ വഴി ഉണ്ടോ, എൻ്റെ വീടിൻ്റെ അതിലുള്ള വഴിയാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വഴി നമ്മൾ മുമ്പ് നിന്ന് അവിടെയായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ഈ വഴിയെ പോവുകയാണേ. അങ്ങനെ നമ്മൾ സ്ഥലം എത്തിയിരിക്കുകയാണ്. ഇത് ഇവിടെയാണ് നമ്മുടെ സ്ഥലം. ഇവിടെയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സ്ഥലം. ഇവിടെയാണ് ഗൈസ് നമ്മൾ ഇത് ചെയ്യാൻ ഒക്കെ പോകുന്നത്. കണ്ട് പോസ്റ്റൊക്കെ ഇവിടെ കിടപ്പുണ്ട്, റോഡ് പണിയൊക്കെ അവിടെ. അതുകൊണ്ട് നമ്മൾ ഇവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് വണ്ടി വരുന്നുണ്ട്. നമുക്കപ്പോൾ നേരെ വീഡിയോയിലേക്ക് രണ്ടിങ്ങനെ ആരംഭിക്കുകയാണ്. ആദ്യം നമ്മൾ അഭിമച്ചാൻ ചെയ്യാൻ പോകുന്ന ബാഗ് പൊക്കുക, അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അഭിമച്ചാൻ നേരെ തുടങ്ങാം. ബാ ഗൈസ്. അപ്പോൾ നമ്മുടെ ബ്രേക്കർ ഇത്ര ഞാൻ ചെയ്ത് ബ്രേക്കർ എനിക്ക് ബാക്കിയാണ്. നമുക്ക് ഫ്രണ്ട് വെക്കാം. ഫ്രണ്ടാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടാ. അയച്ചാൽ നല്ല കോമഡി, നല്ല മിമിക്രി ആർട്ടിസ്റ്റും കൂടെയാണ് അഭി. ഒരു കേട്ടാ നോക്കാവേ. ബാക്കി പൊക്കും ഗായ്സ്. വീണ്ടും ചിരി. നമ്മൾ ഈ വീഡിയോ എടുക്കാതിരിക്കാൻ പെട്ടെന്ന് പോകും. ഒന്നുകൂടെ ബാ. പരിശ്രമം വിജയത്തിന് മുന്നോടിയാന്ന് പറയുന്നത്. ബാ നമുക്ക് പോകാം ഗായ്സ്. മിക്കവാറും നമ്മൾ ഇന്നുമായിട്ട് 5 മണിക്ക് അല്ലെങ്കിൽ നാളെ എല്ലാ ദിവസവും നമ്മുടെ ഒരു വീഡിയോ കാണും, അത് ഉറപ്പാണ്. ഈ പരീക്ഷ നമുക്ക് വിജയിക്കുമെന്ന് നോക്കാം. 2 ഒറ്റ പിടിയും കൂടി അബിയെ. ഗായ്സ് കണ്ടല്ലോ, നിങ്ങളിത് കാണുക, അബിയുടെ മുന്നേറ്റം. Певала музыканта, ты мне я рядом был и верила легориями съедены будут эти пираты. Моя дикая Кассандра, игривая подыра, затмевала разум, убивала музыканта. Ты мне я рядом был и верила легориями съедены будут эти пираты. Мари, тебя накормленные предавая, я ты на шум грядущий, предала мне любима, как и стоит толерантными родимыми, храним образа базы.
мне темными цветами воспевалась биты базовыми. Крокодилах села милась, умирать ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം നമ്മൾ അടുത്ത വീഡിയോ നമുക്ക് ഇടുന്നത് വരെ. അപ്പോൾ നമ്മൾ ഒരു കാര്യം മറക്കല്ലേ, സബ്സ്ക്രൈബ്, ബെല്ലൈക്കണ്, ലൈക്ക് ഓക്കെ മറക്കല്ല. പിന്നെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും കുടുംബക്കാർക്കും വീട്ടുകാർക്കും എല്ലാം ഇത് അയച്ചു കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കല്. ഓക്കെ, അപ്പോൾ ശരി, ബൈ ബൈ.